ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ആദി നിരഞ്ജൻ. എല്ലാവർക്കും സ്റ്റുഡൻസ് കെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അതിൽ തന്നെ വരുന്ന DNA റെപ്ലിക്കേഷൻ, ആ ഒരു കോൺസെപ്റ്റുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള രണ്ട് സയന്റിസ്റ്റ്, അതായത് DNA ഹെലിക്കൽ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞ രണ്ട് സയന്റിസ്റ്റ്, നമ്മുടെ വാട്സണും ക്രിക്കും. ഇവര് രണ്ടുപേരുമാണ് നമുക്ക് സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പറയുന്നത് ഡിഎൻഎക്ക് സ്വന്തമായിട്ട് തന്നെ റെപ്ലിക്കേഷൻ നടത്തി, അതായത് DNA സ്വന്തമായിട്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വേറെ ഒരു DNA മോളിക്യൂള് ഉണ്ടാക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ അതിന് ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ എന്നീ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് മെസ്സഞ്ചർ RNA ഉണ്ടാകും. ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് മെസ്സഞ്ചർ RNA ഉണ്ടാക്കി അത് കഴിഞ്ഞ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടെ ഹോർമോൺസ്, പ്രോട്ടീൻസ്, എൻസൈംസ് എന്നീ എൻസൈംസ്, ഹോർമോൺസ്, പ്രോട്ടീൻസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും DNAക്ക്. ഈ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ പ്രോസസ് എന്താണെന്ന് അടുത്ത് ട്രാൻസ്ക്രിപ്ഷന് ഒരു വീഡിയോ, ട്രാൻസ്ലേഷൻ ഒരു വീഡിയോ, അതിന് രണ്ടിനും കൂടെ ചേർത്ത് നമുക്ക് ആ രണ്ട് വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്, ട്രാൻസ്ലേഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഈ വീഡിയോയിൽ ഇതെല്ലാം മാറ്റിക്കോ. നമ്മൾ DNA റെപ്ലിക്കേഷൻ ഇതാണ് നോക്കാൻ പോകുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ മാറ്റിയത് ഫസ്റ്റ് നമ്മൾ DNA റെപ്ലിക്കേഷൻ ആണ് നോക്കുന്നത്. അപ്പൊ സെൻട്രൽ ഡോഗ്മ എന്താണെന്ന് മനസ്സിലാക്കും. നമ്മള് DNA സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ എന്നീ പ്രോസസ്സുകളിലൂടെ ഹോർമോൺസും, പ്രോട്ടീൻസ്, എൻസൈംസ് ഇതിനെയൊക്കെ ഉണ്ടാക്കാനും പറ്റും. അതിനാണ് നമ്മൾ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്ന സംഗതി. ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സൺ ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പൊ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ. നമുക്ക് ഡീപ്പായിട്ട് DNA റെപ്ലിക്കേഷനിലോട്ട് പോകാം. ഓക്കെ, മാറ്റട്ടെ. റെഡി, 1 2 3. ഓക്കെ, DNA റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. DNA റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിൽ മെയിൻ ആയിട്ടും വരുന്ന എൻസൈംസ് എന്തൊക്കെയാണെന്ന് ആദ്യം നമ്മൾ നോക്കാം. ഫസ്റ്റ് വരുന്നത് DNA ഡിപെൻഡന്റ് DNA പോളിമറൈസ്, DNA ഡിപെൻഡന്റ് DNA പോളിമറൈസ് എൻസൈം. അടുത്ത് വരുന്നത് പെർമിയേസ് എൻസൈം, DNA ഡിപെൻഡന്റ് DNA പോളിമറൈസ് എൻസൈം, പെർമിയേസ് എൻസൈം, ലിഗേസ് എൻസൈം, പിന്നെ DNA ഹെലിക്കേസ്. DNA ഹെലിക്കേസ് എൻസൈം, ഈ 4 എൻസൈംസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അവ ഏതൊക്കെയാണ്? DNA ഡിപെൻഡന്റ് DNA പോളിമറൈസ് എൻസൈം, പെർമിയേസ് എൻസൈം, ലിഗേസ് എൻസൈം, DNA ഹെലിക്കേസ് എൻസൈം. ഈ 4 എൻസൈംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഡീപ്പായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ആയിക്കട്ടെ, പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്തോളൂ. 1 2 3. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ DNA ഇരിക്കുന്നത് ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇങ്ങനെ. ഇതിന്റെ ഇടയ്ക്ക് നൈട്രജൻ ബേസ് ഉണ്ട്. ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ് നമ്മുടെ DNA ഇരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ DNA ഇരിക്കുന്നത്. അപ്പം ഇനി നമ്മള് DNA റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ DNA ഇതുപോലത്തെ ഒരു സ്ട്രാൻഡ് DNA കൂടെ ഉണ്ടായി വരുന്ന സംഗതിയാണ്. അപ്പം ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവൈൻഡ് ചെയ്യണം. അൺവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നൈട്രജൻ ബേസുകളുടെ ഇടയ്ക്കുള്ള ഹൈഡ്രജൻ ബോൺസുകൾ ആദ്യം നമുക്ക് പൊട്ടിക്കണം. എങ്കിലേ ഈ DNA ഒക്കെ അൺവൈൻഡ് ആയിട്ട് വരത്തുള്ളൂ. ഇതിപ്പോ ഇത്രയും മൊത്തം പൊട്ടൂല. നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തന്നെയാണ്. ഇത് പൊട്ടിയാൽ മാത്രമേ നമുക്ക് അൺവൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അൺവൈൻഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനെ ഇരുന്ന DNA റീകോയിൽ ചെയ്യും. റീകോയിൽ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോയിൽ രൂപത്തിൽ ഇരിക്കുന്ന സാധനം ആ കോയിൽ അൺവൈൻഡഡ് ആയിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെയാവും. അതായത് ഇങ്ങനെ വരും. ഇങ്ങനെ വരും. DNA നമ്മൾ അൺകോയിൽ എന്നൊക്കെ നമുക്ക് പറയാം. അൺകോയിൽ അൺവൈൻഡിങ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇങ്ങനെയാണ് ഇത് അൺവൈൻഡ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പൊ ഇത് അൺവൈൻഡ് ചെയ്തെങ്കിൽ ഇത് മൊത്തം ആദ്യം അൺവൈൻഡ് ആവത്തില്ല. DNA അൺവൈൻഡ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ ഒരു മൊത്തം ഫക്റ്റാണ് വരച്ചത്. DNA സത്യത്തിലും ഇങ്ങനെ ഇരിക്കും. ഇതങ്ങനെ ഇവിടെ നൈട്രജൻ ബേസ് വരും. അപ്പോ ഫസ്റ്റ് DNAയുടെ ചെറിയൊരു പോർഷൻ മാത്രമാണ് അൺവൈൻഡഡ് ആവുന്നത്. പിന്നെ അതിന് ശേഷമാണ് ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ അൺവൈൻഡഡ് ആയി പോകുന്നത്. ഇപ്പം ഇതിലിപ്പോ നമ്മൾ മൊത്തം അൺവൈൻഡഡ് അല്ല, ചെറിയ ഒരു ഇൻസ്റ്റന്റ് അത് ഒറ്റ സെക്കൻഡിലുള്ള നടക്കുന്ന ഒരു കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഒറ്റ സെക്കൻഡിൽ ഇത്രയും പോർഷൻ അൺവൈൻഡഡ് ആയിട്ടുണ്ട്. ഒറ്റ സെക്കൻഡിൽ ഇത്രയും പോർഷൻ അൺവൈൻഡഡ് ആയിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DNA ഹെലിക്കേസ് എൻസൈം DNA ഹെലിക്കേസ് എൻസൈം ഇനി നമ്മുടെ ഇവ വരും, നമ്മുടെ താരം DNA ഹെലിക്കേസ് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോട്ട് ടപ്പ് ഇത്രയും ഹൈഡ്രജൻ ബോണ്ട്, ഈ നൈട്രജൻ ബേസിന്റെ ഇടയ്ക്കുള്ള ഇത്രയും ഹൈഡ്രജൻ ബോണ്ടിനെ ടക്ക് പൊട്ടിച്ചു പോകുമ്പോ എന്താവും, ഞാൻ ഇതിനെ മാറ്റിയാണ്. ഇതിനെ നമുക്ക് കുറച്ചുകൂടെ സൂം ചെയ്യാം. സൂം ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും, ആ ഒരു സ്ട്രക്ചറിന് ഞാൻ സൂം ചെയ്തതാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരും, ബാക്കി DNA ഇങ്ങനെ പോകും. ഇതിനെ അത്രയും ഭാഗം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് സൂം ചെയ്ത് വരച്ച. അപ്പൊ ഇവിടെ നൈട്രജൻ ബേസ് പൊട്ടുമ്പം ഇങ്ങനെയാണ് നൈട്രജൻ ബേസ് പൊട്ടിയ ഹൈഡ്രജൻ ബോണ്ട് പൊട്ടുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൈട്രജൻ ബേസസ് അപ്പുറത്തെ സ്റ്റാൻഡിലും ഇപ്പുറത്തെ സ്റ്റാൻഡിലും കാണുക. ഇവിടെ നൈട്രജൻ ബേസസ് ആയിരിക്കും. ഇപ്പൊ
ഇരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഹെലിക്കേസ് ഒന്ന് ആദ്യം എന്ത് ചെയ്ത് ഇതെല്ലാം പൊട്ടിച്ച് ഇനി ഈ ഒരു പോർഷൻ ഇത്രയും പോർഷൻ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും പോർഷൻ അതിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയും. എന്താണ് ഇത്രയും പോർഷൻ? അതായത് നമ്മൾ എന്താണ് ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്കുള്ളതാ ഇത്രയും ഒരു രണ്ട് ലൈൻ ഒന്ന് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു ആംഗിൾ, അതുപോലെ ഈ രണ്ട് DNA മോളിക്യൂളിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു ആംഗിൾ പോലെ ഇരിക്കുന്ന കുറച്ച് പോർഷൻ അതിനെയാണ് DNA റെപ്ലിക്കേഷൻ ഫോർക്ക്. റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയും ചെറിയ ഈ ഒരു പോർഷനാണ് നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ ഫോർക്കിൽ നിന്നാണ് നമ്മുടെ DNA റെപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. DNA റെപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് റെപ്ലിക്കേഷൻ ഫോർക്ക് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ നമ്മൾ ഒറി എന്നും പറയാറുണ്ട്, ORI ഒറി എന്നും പറയാറുണ്ട്. അപ്പൊ റെപ്ലിക്കേഷൻ ഫോർക്ക് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അവിടെ നിന്നാണ് നമ്മുടെ DNA റെപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി പിന്നെ ഇവിടെ പ്രൈമേഴ്സ് ഉണ്ട്. 5' ഇത് 5' എൻഡ്, ഇത് 3' എൻഡ്, ഇത് 3' എൻഡ്, ഇവിടെ വരുമ്പോ ഇത് 5' എൻഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്താണെന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എൻസൈമിന്റെ ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒറിജിൻ ഓഫ് ഇപ്പൊ DNA ഒന്ന് നമ്മുടെ DNA ഹെലിക്കേസ് ഒന്ന് അൺവൈൻഡ് ഇത് ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തല്ലോ. ഇനി എന്താണ് നടക്കുന്നത് പറഞ്ഞാൽ DNA പ്രിമേസ് എന്ന് പറഞ്ഞ പ്രിമേസ് അല്ല പെർമിയേസ് എന്ന് പറയുന്ന എൻസൈം നമ്മൾ ആദ്യം വരച്ച എൻസൈംസിൽ അടുത്ത എൻസൈമാണ്. ആദ്യത്തെ എൻസൈം ഞാൻ പറഞ്ഞു DNA ഹെലിക്കേസ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് DNA പ്രിമേസ്. പ്രിമേസ് ആണ് പെർമിയേസ് എന്ന് പറയുന്ന എൻസൈം. അതിന് എങ്ങനെയാണ് എന്താണ് അതിന്റെ റോൾ എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ DNA പോളിമറൈസ് എൻസൈം, അതായത് നമ്മുടെ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എൻസൈം. DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എൻസൈമിന് ഒരു പ്രത്യേകതയുണ്ട്. അവനെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിക്കാരനാണ്. അവന്റെ വാശി എന്ന് പറഞ്ഞാലും ഇനി എന്നെ കൊന്നാലും ഞാൻ 5' എൻഡിൽ നിന്ന് റെപ്ലിക്കേഷൻ തുടങ്ങത്തുള്ളൂ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വാശിക്കാരനാണ് നമ്മുടെ DNA പോളിമറൈസ് എൻസൈം എന്ന് പറയുന്നത്. അത് ഞാൻ ഇനി എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ 5' എൻഡ് ടു 3' എൻഡ് എന്ന രീതിയിൽ മാത്രമേ ഞാൻ DNA റെപ്ലിക്കേഷൻ നടത്തുള്ളൂ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വാശിയിലാണ് നമ്മുടെ DNA പോളിമറൈസ് 5' എൻഡിൽ നിന്നും 3' എൻഡിലേക്ക് റെപ്ലിക്കേഷൻ നടത്തും എന്ന് പറയുന്ന ഒരു വാശിയാണ് നമ്മുടെ DNA പോളിമറൈസ്. ഇനി ഒരു കാര്യം കൂടെ, ഇതിന് എന്തുകൊണ്ടാണ് നമ്മൾ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എന്ന് പറയുന്നത്? DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം ഇത് ഈ DNA-യിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ? DNA അൺവൈൻഡ് ചെയ്തിട്ട് DNA റെപ്ലിക്കേഷൻ ആണ് ഈ DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എൻസൈം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ RNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എൻസൈം എന്ന് പഠിക്കും. കാരണം അവിടെ നമുക്ക് DNA-യിൽ നിന്നും നമ്മൾ RNA ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ
RNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എൻസൈം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ DNA നിന്നും DNA തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിനെ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എൻസൈം എന്ന് പറയും. അവിടെ DNA നിന്നും RNA ഉണ്ടാക്കുന്നത് കൊണ്ട് RNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് എൻസൈം എന്നും പറയും. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവൻ എന്താണ് ഇവൻ 5' എൻഡിൽ നിന്ന് 3' എൻഡിലോട്ട് നമ്മുടെ ബേസസ് ബിൽഡ് ചെയ്ത് പോകത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് DNA നിന്നും DNA ഉണ്ടാക്കുന്നത് കൊണ്ട് DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് എൻസൈം എന്ന് പറയും. ട്രാൻസ്ക്രിപ്ഷനിലാണെങ്കിൽ അത് DNA നിന്നും RNA ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇതിനെ RNA ഇതല്ല, അത് വേറൊരു എൻസൈമാണ്. RNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് എന്ന് പറയും. അപ്പൊ ഇതിന്റെ കുറച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മൾ പറഞ്ഞു എന്തായിരുന്നത്, DNA പെർമിയസ് എൻസൈം ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഇവിടെ നിന്ന് മാത്രമേ നമുക്ക് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. നമ്മുടെ DNA പോളിമറൈസ് എൻസൈമിനാണെങ്കിൽ 5' ഡയറക്ഷൻ 5' 3' ഡയറക്ഷനിൽ ബേസ് ഉണ്ടാക്കും എന്നുള്ള ഒരു ആശയമുണ്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 5' എൻഡ് ആണ്, ഇത് 3' എൻഡ് ആണ് അല്ലെ. ഇത് 5' എൻഡ്, ഈ സ്ട്രാൻഡ് നോക്കുമ്പോൾ ഇത് 3' എൻഡ്. ഒരു കുഴപ്പമില്ല, നമ്മൾ DNA പോളിമറൈസ് ഒന്ന് ഞാൻ പണി ചെയ്യാം, എനിക്കൊരു കുഴപ്പമില്ല, ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഞാൻ 5' തൊട്ട് 3' തൊട്ട് സാധനം ഉണ്ടായിക്കോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ട്രാൻഡ് ഇവിടെ ശ്രമിക്കണം, ഇത് വളഞ്ഞു പോയി. ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രാൻഡ് അവ അടിച്ചെന്ന് കൊടുക്കും, ഒരു കുഴപ്പമില്ല. അവൻ നല്ല പണിക്കാരനായി നല്ല രീതിയിൽ അവൻ പണി ചെയ്യും. അവൻ 5' എൻഡിൽ നിന്ന് ഇങ്ങനെ നൈട്രോജൻ സ്ട്രാൻഡ് ഉണ്ടാക്കി ബേസ് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇവിടെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ആണിത്. അതായത് ഇവിടെ ഇപ്പൊ ഇവിടെ രണ്ട് ഇതാണ്, അതായത് ഇത് ഈ സ്ട്രാൻഡിലും അടുത്ത നൈട്രജൻ ബേസ് വരുന്ന ഈ സ്ട്രാൻഡിൽ, അതിനിടയ്ക്ക് ഹൈഡ്രജൻ ബോണ്ട് വെച്ച് ഈ സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള സ്ട്രാൻഡാണ് ഇപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ സ്ട്രാൻഡ് കേട്ടോ. ഈ സ്ട്രാൻഡിന് കോംപ്ലിമെന്റ് ആയിട്ടുള്ള സ്ട്രാൻഡാണ് ഈ സ്ട്രാൻഡ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ 5' 3' ആണ് സ്ട്രാൻഡ് സത്യത്തിൽ. അപ്പൊ നമ്മുടെ DNA പോളിമറൈസ് എന്താണ് 5' 3' സ്ട്രാൻഡ് ഉണ്ടാക്കുള്ളൂ. അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ 5' എൻഡ് ആണ്, അവിടെ നിന്ന് നേരെ ഒറ്റ സ്ട്രെച്ചിന് ബൂം എന്ന് പറഞ്ഞ് ഇനി വരും, 3' വരെ ഒന്ന് അടിച്ചാൽ അവിടെ നിൽക്കും. അപ്പൊ എന്താണ് ഇവിടുത്തെ സ്ട്രാൻഡ് എന്താണ്, ഇവിടെ 3' അപ്പൊ ഈ സ്ട്രാൻഡിന്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇത് 5', ഇവിടെ വരയ്ക്കാമേ 3', ഇത് 5', അത് 3'. സ്ട്രാൻഡിന്റെ പൊളാരിറ്റി 5' to 5, ഇവിടെ 5' to 3' എന്ന് പറയുന്നത് സ്ട്രാൻഡിന്റെ പൊളാരിറ്റി. നമ്മള് DNA പോളിമറൈസ് എൻസൈം എന്താണ് 5' to 3' ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു വാശിയിലാണ്. അപ്പം നമ്മൾ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, അതായത് മദർ സ്റ്റാൻഡ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 5' to 3' ഇങ്ങനെ ഈ ഡയറക്ഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ DNA ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇവിടെ ആയതുകൊണ്ടാണ് റെപ്ലിക്കേഷൻ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5' to 3' ആണ് സ്ട്രാൻഡിന്റെ ഡയറക്ഷൻ. DNA പോളിമറൈസിന് കുഴപ്പമൊന്നുമില്ല, അവന്റെ ഇഷ്ടത്തിനുള്ള ഡയറക്ഷനിൽ തന്നെയാണ് സ്ട്രാൻഡ് ഇരിക്കുന്നത്. അവൻ സുഖമായിട്ട് പണി ചെയ്ത് നൈട്രജൻ ബേസ് ഹൈഡ്രജൻ ബോണ്ട് വെച്ച് ബോണ്ട് ചെയ്ത് ഇങ്ങറ്റം വരെ വന്ന് ഇവിടെ വന്ന് നിർത്തും. ഓക്കെ, ഒറ്റ സ്ട്രാൻഡ് ഒറ്റ സ്ട്രെച്ചിന് തീരും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവന് പണി വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോ നമുക്ക് ഇവിടെ നിന്ന് റെപ്ലിക്കേഷൻ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഇതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഇവിടെ നിന്ന് നമ്മൾ വരാൻ നേരത്ത് ഈ സ്ട്രാൻഡിന്റെ പൊളാരിറ്റി ഇവിടെ 3' ആണ്, ഇവിടത്തെ പൊളാരിറ്റി 5' ആണ്. അപ്പൊ അവൻ എന്താണ് അവൻ പണി ചെയ്യൂല. കാരണം അവന്റെ ഒരു വാശി എന്ന് പറഞ്ഞാൽ 5' 3' പോകുള്ളൂ എന്നാണ് അവൻ വാശി പിടിച്ച് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ 3' to 5' ആണ് സ്ട്രാൻഡ് ഇരിക്കുന്നത്. അപ്പൊ ഇവൻ പിണങ്ങുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ അടുത്ത കാര്യം വരും, അതാണ് നമ്മുടെ പെർമിയേസ് എൻസൈം. പെർമിയേസ് എന്ന് പറയുന്ന
എൻസൈമില് പെർമിയേസ് എന്ന് പറയുന്ന എൻസൈം വന്നിട്ട് പറയും, ഡേ നീ പിണങ്ങാതെ, ഞാൻ നിനക്ക് 5' എവിടെയാണെന്ന് കാണിച്ചു തരാം, നീ അവിടെ നിന്ന് പണി തുടങ്ങിക്കോ, ഒരു കുഴപ്പമില്ലല്ലോ നിനക്ക് എന്ന് പറയുമ്പോ DNA പോളിമറൈസ് പറയും, ആ ശരി ശരി എങ്കിൽ നീ പറയുന്ന പോലെ ഞാൻ കേൾക്കാം എന്ന് പറയും. അപ്പൊ നമ്മൾ പെർമിയേസ് എന്ത് ചെയ്യും, ഈ സ്റ്റാൻഡിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് സെർച്ച് ചെയ്ത് വരും. സെർച്ച് ചെയ്ത് വരുമ്പോ ഇവിടെ വന്ന് നോക്കുമ്പോ ഇവിടെ ഒരു 5' ഉണ്ട്. അപ്പൊ അവൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു 5' കിടപ്പുണ്ട്, അടുത്ത നിനക്ക് 3' ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞതാ ഇങ്ങനെ വന്നതാ ഇവിടെ വരുമ്പോ ഇവിടെ ഒരു 3' കിടപ്പുണ്ട്. എന്താണ് നമ്മളെ പെർമിയേസ് എൻസൈം. പെർമിയേസ് എൻസൈം DNA പോളിമറൈസിന്റെ അടുത്ത് എന്ത് പറയും, നീ പിണങ്ങാതെ നിനക്ക് ഞാൻ 5' എവിടെയാണെന്ന് കാണിച്ചു തരാം, നീ അവിടെ നിന്ന് പണി തുടങ്ങിക്കോ എന്ന് പറയും. അപ്പൊ നമ്മൾ പോളിമറൈസ് എൻസൈം പറയും, ആ ശരി നീ അതുപോലെ ചെയ്യാം, നീ സ്ഥലം കാണിച്ച എന്ന് പറയുമ്പോ പെർമിയേസ് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ ഇവിടെ 5' ഉണ്ട്. അപ്പൊ ഇവിടെ അവൻ പോയിട്ട് ഒരു ആണി കൊണ്ട് ഒരു മാർക്ക് അടിച്ചു കൊടുക്കുന്നിട്ട് പറയും, ഇതാണ് 5'. അപ്പൊ DNA പോളിമറൈസ് പറയും, ആ ശരി എങ്കിൽ ഞാൻ 5' ഇവിടെ നിന്ന് ഞാൻ പണി തുടങ്ങാം. എന്നിട്ട് അവ ഇവിടെ പണി തുടങ്ങുന്ന സമയത്ത് നമ്മളെ പെർമിയേസ് ഫ്രണ്ടിലോട്ട് പോകും. ഫ്രണ്ടിലോട്ട് പോയി ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഒരു 3' ഇവിടെ കിടക്കും. അപ്പൊ എന്താണ് 5' 3' നമ്മളെ പോളിമറൈസ് ബിൽഡ് ചെയ്യത്തുള്ളൂ, ബേസ് ബിൽഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവിടെ വന്നിട്ട് അടുത്ത ഒരു മാർക്ക് അടിക്കുക, അവിടെ വേറൊരു ആണി അടിച്ചിട്ട് പറയും, ഇതാണ് 3', ഇതാണ് 5'. നീ ആദ്യം ഇതിന്റെ ഇടയ്ക്ക് പണി ചെയ്യും, ഇതിന്റെ ഇടയ്ക്ക് ഒരു പാലം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ പോളിമറൈസ് വന്നിട്ട് ശരി പറഞ്ഞ പോലെ ചെയ്യാം, ബിൽഡ് ചെയ്യും, ബേസ് ബിൽഡ് ചെയ്യും. 5' to 3' ഒരു ബേസ് ബിൽഡ് ചെയ്തോളൂ. അപ്പൊ ഇനി അടുത്ത് ഇവിടെ വരുമ്പോ ഇവിടെ വീണ്ടും 3' ആണ് അല്ലേ. നമ്മളെ സ്റ്റാൻഡ് 3' to 5' എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. അതിൽ സെർച്ച് ചെയ്ത്, അതായത് ഈ ചെറിയ അതായത് നമ്മുടെ ഈ ഒരു പോർഷൻ 5' 3' എന്നായിരിക്കും. അടുത്ത പോർഷൻ ചിലപ്പം 5' 3' എന്നായിരിക്കും. അങ്ങനെ മാറിയായിരിക്കും വരുന്നത്. ഇത് 3' അടുത്ത് ഇവിടെ വരുമ്പോ 5', പിന്നെ അടുത്ത അവിടെ നിന്ന് 5' തൊട്ട് ഇതുവരെ 3', പിന്നെ അടുത്ത് ഇവിടെ 5', പിന്നെ അടുത്ത 3'. അങ്ങനെയാണ് നമ്മുടെ സ്റ്റാൻഡ് പോകുന്നത്. അപ്പം പെർമിയേസ് ഒന്ന് മദർ സ്റ്റാൻഡ് നോക്കാൻ നേരത്ത് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് നോക്കാൻ നേരത്ത് 5', 3' കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നോക്കുന്നത് ഇവിടെ ഒരു 5' ഉണ്ട്. അപ്പൊ അവിടെ ഒരു മാർക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് അവൻ ഇങ്ങനെ വന്ന് ഇവിടെ ഒരു 3' ഉണ്ട്, അവിടെ ഒരു മാർക്ക് അടിക്കും. എന്നിട്ട് പറയും, ഇതാണ് എന്റെ പോളിമറൈസിന്റെ അടുത്ത് പറയും, ഇതാണ് എന്റെ സ്പോട്ട്, ഇതിനിടയ്ക്ക് നീ ആദ്യം ഒരു പാലം ഉണ്ടാക്കുന്ന പറയും. അപ്പൊ എന്ത് ചെയ്യും, പോളിമറൈസ് വന്ന് അവിടെ ഒരു സ്ട്രാൻഡ് അടിക്കും. അത്രേ ഉള്ളൂ. സിമ്പിൾ കേസാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായിട്ടില്ല എങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കാം. ഞാൻ തീർച്ചയായും 100% മനസ്സിലാക്കുന്നത് വരെ ഞാൻ ശ്രമിക്കുന്നതാണ്. ഇത് സിമ്പിൾ കേസാണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി അടുത്ത് നമ്മൾ പെർമിയേസ് വരുമ്പം ഇവിടെ ഒന്നും അടുത്ത് 5' ഇല്ല, ഇവിടെ 5' ഉള്ളൂ. അപ്പൊ ആ പെർമിയേസ് വന്ന് ഇവിടെ ഒരു മാർക്ക് അടിക്കും. അടുത്ത് ഇങ്ങോട്ട് പോകുമ്പോ ഇവിടെ ഒരു 3' ഉണ്ട്, അപ്പൊ ഇവിടെ ഒരു മാർക്ക് അടിക്കും. എന്നിട്ട് പറയുക, നിനക്ക് അടുത്ത പണി ചെയ്യാനുള്ള സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, നീ ഇവിടെ ഒരു പാലം ഓടിക്കാൻ പറയും. അപ്പൊ നമ്മളെ പോളിമറൈസ് വന്നിട്ട് പറയും, ശരി ഓക്കെ 5' 3' ഒരു കുഴപ്പമില്ല, പാലം ഓടിക്കും എന്ന് പറയും. അതെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പാലം ഓടിക്കും, പണി ചെയ്യുന്നു. അപ്പൊ ആദ്യം എന്താണ്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിൽ നിന്ന് മാത്രമേ നമുക്ക് കോംപ്ലിമെന്ററി സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഒരു സ്റ്റാൻഡിൽ നമ്മൾ നോക്കാനായിട്ട് 5' to 3' ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്, അവിടെ ഒരു കുഴപ്പമില്ല. പോളിമറൈസ് വന്നിട്ട് 5' 3' ഡയറക്ഷനിൽ സ്റ്റാൻഡ് അടിച്ചു പോയി. അടുത്ത അപ്പുറത്തെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ വരാൻ നേരത്തെ അവിടുത്തെ ഡയറക്ഷൻ 3' to 5' ഡയറക്ഷൻ ആണ്. അപ്പൊ 3' to 5' ഡയറക്ഷൻ ആവുമ്പോ നമ്മുടെ പോളിമറൈസ് നേരെ പണി ചെയ്യൂല, കാരണം അവന് 5' to 3' പണി ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ അവനെ സഹായിക്കാൻ വേണ്ടിട്ട് അവന്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള പെർമിയേസ് വരും. പെർമിയേസ് വന്നിട്ട് പറയും, നീ വിഷമിക്കണ്ട, നിനക്ക് ഞാൻ സ്ഥലം കാണിച്ചു തരാം, 5' എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, നീ അതനുസരിച്ച് നോക്കി ആ ഒരു ഡയറക്ഷനിൽ പണി ചെയ്തു പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പെർമിയേസ് വരും. പെർമിയേസ് വന്നിട്ട് നോക്കി ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് വരുമ്പോ ഇവിടെ
ഇവിടെ ആയിട്ട് ഒരു 5' വരുന്നുണ്ട്. 3' കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു 5' വരുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു മാർക്ക് അടിക്കും. എന്നിട്ട് അവിടെ പണി തുടങ്ങാൻ പറയും. എന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ വരുമ്പോൾ ആ സ്ട്രാൻഡ് എൻഡ് ചെയ്യണം 3'. അപ്പം ഈ 5' ഈ 3', 5' to 3'. അവിടെ ഒരു പാലം അടിക്കാൻ പറയുമ്പോൾ നമ്മള് പോളിമറൈസ് വന്ന് അവിടെ ഒരു പാലം അടിച്ചു കൊടുക്കും, സ്ട്രാൻഡ് അടിച്ചു കൊടുക്കും, DNA സ്ട്രാൻഡ് അടിച്ചു കൊടുക്കും. പിന്നെ അതിനുശേഷം അവൻ നോക്കാൻ നേരത്ത് ഇവിടെ ഈ ഇത്രയും ഒരു പോർഷനിൽ വേറെ 5' ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന 5' ഇവിടെയാണ്. അപ്പൊ ഇവിടത്തെ 5' ഇവിടെ ഒരു മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു 3' ഉണ്ട്. അപ്പൊ അവിടെയും മാർക്ക് ചെയ്യും. എന്നിട്ട് പറയും ഇവിടെ ഒരു 5' ഉണ്ട്, ഇവിടെ ഒരു 3' ഉണ്ട്, പണി തുടങ്ങിക്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ പോളിമറൈസ് ഒന്ന് 5' to 3' ഒരു സ്ട്രാൻഡ് അടിക്കും. അങ്ങനെയാണ് ഈ സ്ട്രാൻഡിൽ പണി നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഒരു സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ട്രാൻഡിൽ ഇത്ര കുറച്ച് ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് കിടക്കുന്നത്. കുറച്ച് ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് നമ്മുടെ DNA കിടക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഫ്രാഗ്മെന്റ്സിനെയാണ് നമ്മൾ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയും. എന്തെന്ന് പറയും? ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഇങ്ങനെയുള്ള കുറച്ച് ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയും. പിന്നെ ഒരു കാര്യം, ഈ പോളിമറൈസ് ഒന്ന് ഇവിടെ ബിൽഡ് ചെയ്ത് നമ്മളെ പെർമീസ് മാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് പണി തുടങ്ങുമ്പോൾ ഇപ്പൊ ഒരു കാര്യം, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എവിടെയെങ്കിലും ഒരാള് നമ്മൾ ഈ പടം വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ടക്കുന്ന ഒരു പടം, ഒരാളെ മുഖമൊക്കെയാണ് വരയ്ക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ഒരു സ്ക്വയർ ഒക്കെ വരച്ച് കറക്റ്റ് ഇത്ര സെന്റിമീറ്റർ, മുകളിൽ നിന്ന് താഴോട്ട് ഇത്ര സെന്റിമീറ്റർ എന്ന് പറഞ്ഞ് കറക്റ്റ് റേഡിയസ് ഒക്കെ വരച്ചു വെച്ചിട്ട് ആ പടം നമ്മൾ വരച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അകത്തുള്ള നമ്മൾ മാർക്ക് ചെയ്ത റേഡിയസ് വര അതൊക്കെ നമ്മൾ മാച്ച് ചെയ്യും. അതേ സംഗതിയാണ് ഇവിടെ ആ പോളിമറൈസ് ഇങ്ങനെ വന്ന് ഇവിടെ പണി നടന്ന് കഴിയുമ്പോൾ പോളിമറൈസ് എന്ത് ചെയ്യും? ഈ പെർമീസ് മാർക്ക് ചെയ്ത് വെച്ച മാർക്കൊക്കെ മാച്ച് കളഞ്ഞിട്ട് അവിടെയും കൂടെ നല്ലൊരു ടച്ച് ഫിനിഷിങ് കൊടുക്കും. ആ ഒരു സംഗതി കൂടെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോണം. അപ്പം ഇത് ഇത്ര ഉള്ളൂ. അപ്പൊ ഇതാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇവിടെ ഒരു ഫ്രാഗ്മെന്റ്, ഇവിടെ ഒരു ഫ്രാഗ്മെന്റ്, അങ്ങനെയാണ് നമ്മളെ പോളിമറൈസ് പണി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ അവൻ നല്ല കൃത്യമായിട്ട് അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു വൃത്തികേടില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്ത താരം വരും, അതാണ് ലിഗേസ്. ലിഗേസ് വന്നിട്ട് എന്ത് ചെയ്യും? ഈ വിട്ടുപോയ സ്ഥലമെല്ലാം പശ വെച്ച് നല്ല തേച്ച് ഒട്ടിക്കും. ഈ വിട്ടുപോയ സ്ഥലങ്ങളെല്ലാം ഇവ നല്ല പശ വെച്ച് തേച്ചൊട്ടിക്കും. ഇവിടെയൊക്കെ വിട്ടുപോയി, അപ്പൊ ഇതൊക്കെ നല്ല പശ വെച്ച് തേച്ചൊട്ടിക്കും. ഇവിടെയും ചുമ്മാ ഒന്ന് പശ വെച്ച് ഓട്ടിച്ചു വിടുമ്പോ എന്താ, അത് കുറച്ചും കൂടെ നല്ല ടൈറ്റ് ബൗണ്ടഡ് ആയിട്ടിരിക്കും. അപ്പൊ ഇവിടെ ഒന്ന് പശ വെച്ച് തേച്ച് വിട്ടിട്ട് ഇവിടെ കുറച്ച് നല്ല ടൈറ്റ് ആയിട്ട് ജോയിന്റ് ആയിട്ട് നല്ല ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ഒന്ന് ബൗണ്ട് ചെയ്ത് വിടും. അപ്പം ഇത്രയേ ഉള്ളൂ DNA റെപ്ലിക്കേഷൻ. അതിൽ നമ്മൾ പഠിച്ച എൻസൈംസ്, ഫസ്റ്റ് DNA ഹെലിക്കേസ് വന്നിട്ട് ആദ്യം നമ്മൾ DNA അൺവൈൻഡ് അല്ലെങ്കിൽ അൺസിബ് എന്നൊക്കെ നമ്മൾ പറയും. അൺസിബ് ചെയ്യും. അതായത് ഇങ്ങനെ തുറന്നു പോയിട്ട് അടുത്ത് നമ്മൾ വരുന്ന താരമാണ് DNA പോളിമറൈസ്. ഒരു സ്ട്രാൻഡിൽ 5' 3' ഡയറക്ഷനിൽ നിന്ന് സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ബിൽഡ് ചെയ്തു. അടുത്ത സ്ട്രാൻഡിൽ പെർമീസ് വന്ന് ഇതാണ് 5', അതോട്ട് ഇതുവരെയാണ് 3' എന്ന് പറഞ്ഞ ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഡയറക്ഷനിലോട്ട് നമ്മൾ പോളിമറൈസ് സ്ട്രാൻഡ് അടിച്ചു പോകും. അതിനുശേഷം ലിഗേസ് വന്ന് ഈ ഗ്യാപ്പ് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം നല്ല ഗ്ലൂ ചെയ്ത് സീലാക്കി ഒട്ടിച്ച് നല്ല വൃത്തിയാക്കി വെക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഇതൊരു നേരത്തെ ഈ ഒറ്റ സ്ട്രാൻഡ് ആയിരുന്ന DNA ഇപ്പം 2 സ്ട്രാൻഡ്. പിന്നെ ഒരു കാര്യം, ഇതെന്ന് പറയുന്നത് ഇവിടെ ഇത്ര നടന്നല്ലോ, ഇതൊരു സ്ട്രാൻഡ്. അങ്ങനെ ഈ പ്രോസസ് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ പോകും. അങ്ങ് അറ്റം വരെ പോകാൻ നേരത്തെ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് നീങ്ങി അങ്ങ് അറ്റം വരെ പോകാൻ നേരത്ത് ഇങ്ങനെ ഒരു സ്ട്രാൻഡിങ് കിട്ടും. അതിന്റെ താഴെയായിട്ട് അടുത്ത ഒരു സ്ട്രാൻഡ് ഇടും. ഇതൊരു സ്ട്രാൻഡായി. എന്നിട്ട് ഇത് കോയിൽ ചെയ്യും. ഇത് രണ്ടും കൂടെ വീണ്ടും കോയിലപ്പ് ചെയ്യുന്ന നേരത്ത്
ഇതൊരു സ്ട്രാൻഡ്, അതിന്റെ താഴെയായിട്ട് അടുത്ത സ്ട്രാൻഡ്. ഇങ്ങനെയാണ് നമ്മുടെ സംഗതി പറയുന്നത്. നമുക്ക് 5' 3' ഇത് 3' 5', അതുപോലെ ഇപ്പുറത്ത് 5' 3' 3' 5'. ഇങ്ങനെ രണ്ട് സ്ട്രാൻഡ് നമുക്ക് കിട്ടും. ഓക്കെ, താഴെ കണ്ടിന്യൂസ് ആയിട്ട് ഈ 5' 3' ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോളിമറേസ് ബിൽഡ് ചെയ്ത് പോകും. ഇവിടെ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ടായിരിക്കും ബിൽഡപ്പ് ചെയ്യുന്നത്, ഇവിടെ കുറച്ച് ഫ്രാഗ്മെന്റ്സ് ആയിട്ടായിരിക്കും ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് പിന്നെ ലിഗേസ് വെച്ചാണ് ജോയിന്റ് അപ്പ് ചെയ്ത് പോകുന്നത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഒരിക്കലും നമ്മളെ ഹെലിക്കേസ് ആദ്യം ഒന്ന് മൊത്തം DNA അങ്ങ് അൺവൈൻഡ് ചെയ്ത് കളഞ്ഞിട്ടല്ല ബാക്കിയുള്ള അടുത്ത പിന്നെ പോളിമറേസ് ഒന്ന് മൊത്തം സ്ട്രാൻഡ് അടിച്ചു പോകും. പിന്നെ അടുത്ത് പെർമിയേസ് ഒന്ന് അടുത്ത അങ്ങനെ ഒരു ഡയറക്ഷൻ 5' 3' ഡയറക്ഷൻസ് കാണിച്ചു പോകും. അത് കഴിഞ്ഞ് അവിടെ പോളിമറൈസ് അടിക്കും, അത് കഴിഞ്ഞ് ലിഗേസ് ഒന്നും അങ്ങനെയല്ല. ജസ്റ്റ് ഹെലിക്കേസ് ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്ത് ഇങ്ങനെ പോവാൻ നേരത്തെ തന്നെ ബാക്കിൽ കൂടെ പോളിമറൈസ് ഒന്ന് കണ്ടിന്യൂസ് സ്ട്രാൻഡ് ബിൽഡ് ചെയ്ത് പോകും. അതിന്റെ ബാക്കിൽ നിന്ന് പെർമിയേസ് ഒന്ന് അതിന്റെ ഡയറക്ഷൻ കാണിച്ചു പോകും. അപ്പൊ അടുത്ത പോളിമറൈസ് ഒന്ന് അതിനെ അടുത്ത ബൈൻഡപ്പ് ചെയ്ത് പോകും. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അവിടെ നമ്മളെ സദ്യ വിളമ്പണം കണ്ടിട്ടുണ്ടോ? നമ്മൾ കല്യാണത്തിനൊക്കെ പോയിരിക്കുമ്പോൾ, ഹിന്ദുക്കളെ കല്യാണത്തിനൊക്കെ പോയിരിക്കുമ്പോൾ അവിടെ സദ്യ വിളമ്പും. അത് കാണാൻ ഒരു രസമാണ്. ആദ്യം ഇങ്ങനെ മാങ്ങ അച്ചാർ, മാങ്ങയാണ് ഇഞ്ചി ഇട്ട് പോകും, പിന്നെ മാങ്ങ ഇട്ട് പോകും, പിന്നെ നാരങ്ങ, പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, ചോറ്, സാമ്പാർ, പരിപ്പ്, പപ്പടം, പിന്നെ സദ്യ. അത് ഓർഡർ അനുസരിച്ച് അങ്ങനെ ഒരു ആദ്യം അച്ചാർ ഇട്ട് പോകുമ്പോ അതിന്റെ ബാക്കിൽ നിന്നാണ് അടുത്ത മാങ്ങ വരുന്നത്. അല്ലാതെ അച്ചാർ ആദ്യം ഇട്ട് മൊത്തം തീനിട്ടല്ല അടുത്ത മാങ്ങ എടുത്തോണ്ട് വരുന്നത്. അച്ചാർ ഇഞ്ചി ഇട്ട് പോകുമ്പോ അതിന്റെ ബാക്കിൽ നിന്ന് നാരങ്ങ തൊട്ട് ഇട്ടിട്ട് പോകും. അതുപോലെയാണ് നമ്മൾ DNA അൺവൈൻഡ് ചെയ്യുന്നതും റെപ്ലിക്കേഷൻ നടന്ന് അടുത്ത പുതിയ സ്ട്രാൻഡുകൾ ഉണ്ടാവുന്നത്. പിന്നെ ഇതിന് നമ്മൾ DNA റെപ്ലിക്കേഷനെ സെമി കൺസർവേറ്റീവ് മോഡൽ എന്ന് പറയും. സെമി കൺസർവേറ്റീവ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സ്ട്രാൻഡ് DNA രണ്ടായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അതില് ഒരു സ്ട്രാൻഡ് മദർ സ്ട്രാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ പഴയ സ്ട്രാൻഡും ഒന്ന് പുതിയതായിട്ട് ഉണ്ടാക്കിയ സ്ട്രാൻഡ്. അതായത് ഇപ്പൊ ഇതാണ് നമ്മുടെ DNA, ഇത് നമ്മുടെ DNA. ഇതെന്തായി? ഇതൊരു DNA ആയിരുന്നു. ഇത് ആദ്യം ഹൈഡ്രജൻ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്യപ്പോയി, ഹൈഡ്രജൻ ബോണ്ടൊക്കെ ഇവിടെ വെച്ച് ഇങ്ങനെ ബ്രേക്കപ്പ് പൊട്ടിപ്പോയി. അപ്പം ഇത് നേരത്തെ ഉണ്ടായിരുന്ന DNAയുടെ പഴയ സ്ട്രാൻഡ്, ഇത് നേരത്തെ ഉണ്ടായിരുന്ന DNAയുടെ പഴയ സ്ട്രാൻഡ്. അതില് പോളിമറൈസ് ഒന്ന് ഇങ്ങനെ ഒരു സ്ട്രാൻഡ് ഇവിടെ അടിക്കും, അടുത്ത പുതിയൊരു സ്ട്രാൻഡ് വന്ന് ഇവിടെ അടിക്കും. അപ്പൊ അങ്ങനെ ഇതൊരു DNA സ്ട്രാൻഡ് ആവും, ഇതൊരു DNA സ്ട്രാൻഡ് ആവും, ഇതൊരു DNA സ്ട്രാൻഡ് ആവും, ഇതൊരു DNA സ്ട്രാൻഡ് ആവും. അപ്പൊ ആദ്യത്തെ DNAയുടെ പഴയ സ്ട്രാൻഡ് ആണ് ഈ മുകളിൽ കാണുന്ന ഇതും. ഈ അകത്ത് കാണുന്ന രണ്ട് സ്ട്രാൻഡ് എന്ന് പറയുന്നത് പുതിയതായിട്ട് ഉണ്ടാക്കിയ സ്ട്രാൻഡ് ആണ്. ഡയറക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് 5' 3', ഇത് 5' 3', ഇത് 5' 3', 3' 5'. അപ്പൊ അങ്ങനെയാണ്, അതിനെയാണ് നമ്മൾ സെമി കൺസർവേറ്റീവ് മോഡൽ. കൺസർവേറ്റീവ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മൾ ഈ ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ എനർജി ഈസ് കൺസർവ്ഡ് എന്ന് പറയാറുണ്ട്. അതായത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതായത് മൊത്തം ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കണം. അപ്പൊ DNA മോഡൽ ഈസ് കൺസർവ്ഡ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, DNA മോഡൽ കൺസർവ്ഡ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുതിയതായിട്ട് ഉണ്ടാവുന്ന രണ്ട് സ്ട്രാൻഡും പുതിയ സ്ട്രാൻഡുകളായിരിക്കും. അതായത് പഴയ സ്ട്രാൻഡിന്റെ ഒരു ഫീച്ചേഴ്സ് പുതിയ സ്ട്രാൻഡ് കാണിക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പാതി സ്ട്രാൻഡ്, അതായത് ഒരു സ്ട്രാൻഡ് മദർ സ്ട്രാൻഡ് ആയിട്ടും അടുത്ത സ്ട്രാൻഡ് പുതിയതായിട്ട് ഉണ്ടായ ഒരു സ്ട്രാൻഡ് ആയിട്ട്,
അങ്ങനെയാണ് നമ്മുടെ DNA ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ സെമി കൺസർവേറ്റീവ്, അതായത് പാതി മാത്രം ട്രാൻസ്ഫർ ചെയ്തു, പാതി പുതിയത്, പാതി പഴയത്, അങ്ങനെയാണ് നമ്മൾ. അതുകൊണ്ടാണ് ഇതിനെ സെമി കൺസർവേറ്റീവ് മോഡൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സെമി കൺസർവേറ്റീവ് മോഡൽ എന്ന് കണ്ടുപിടിച്ചത് നമ്മുടെ താരം ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കോ ആണ്. പക്ഷെ അവർക്ക് ഇത് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല. അവര് ജസ്റ്റ് ഡിഫ്രാക്ഷൻ സ്റ്റഡി നടത്തിയപ്പോൾ അതിലൊരു സ്ട്രക്ചർ വെച്ച് അവരൊരു പ്രഡിക്ഷൻ നടത്തി, ഇത് ഒരു സെമി കൺസർവേറ്റീവ് മോഡൽ ആണെന്ന് ഒരു പ്രഡിക്ഷൻ നടത്തി. പക്ഷേ ഇത് നമ്മുടെ സെമി കൺസർവേറ്റീവ് മോഡൽ ആണ് പ്രൂവ് ചെയ്തത് വേറെ രണ്ട് സയന്റിസ്റ്റ് ആണ്. അപ്പൊ അവര് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അവരെന്ന് പറയാൻ നമ്മുടെ മിസൽസൺ ആൻഡ് സ്റ്റാർ. ഇവരെ മുഴുവൻ പേരെന്ന് പറയുന്നത് മാത്യു മിസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാർ എന്നാണ്. മാത്യു മിസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാർ. ഇവര് കണ്ടുപിടിച്ചത് ഈ ഒരു പ്രൂഫ് കണ്ടുപിടിച്ചത് 1958 1958 ഒരു മുഴുവൻ പേര് മാത്യു മിസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാർ. ഫ്രാങ്ക്ലിൻ സ്റ്റാർ ഒരാൾ കണ്ടുപിടിച്ചത് 1958 ആ പ്രൂഫ് അവർ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവര് ചെയ്ത സംഗതി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവര് ചെയ്ത സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അമോണിയം ക്ലോറൈഡ് അങ്ങ് എടുത്തു. ഇതിൽ അമോണിയം ക്ലോറൈഡ് അങ്ങ് എടുത്തു, NH3Cl. എന്നിട്ട് സോറി NH3 അല്ല, NH4Cl എടുത്തു. NH4Cl എടുത്തിട്ട് അതില് നൈട്രജന് ഹെവി ടോപ്പ് നൈട്രജന്റെ ഐസോടോപ്പ് ആണ് ഇതിൽ അവർ കൊടുത്തത്. ഒന്നില്, അതായത് N15 ഹെവി ഐസോടോപ്പ്. സാധാരണ നൈട്രജന്റെ മാസ് എന്ന് പറയുന്നത് N14 ആണ്. 14 ആണ് നൈട്രജന്റെ മാസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അതിന്റെ ഐസോടോപ്പായി N15 ആണ് എടുത്തത്. അതുപോലെ വേറെ ഒരു സൊല്യൂഷൻ കൊടുത്തു, അതും സെയിം തന്നെ NH4Cl. പക്ഷെ ഇവിടെ അവരെടുത്തത് N14 ആണ്. ഒരിടത്തെടുത്തത് N15, അതായത് നൈട്രജന്റെ ഐസോടോപ്പ്, അതായത് ഹെവി മോളിക്കുലർ വെയിറ്റ് കാണിക്കുന്ന നൈട്രജനും ഐസോടോപ്പ്. അത് പിന്നെ എടുത്തത് നോർമൽ നൈട്രജൻ, ഹൈഡ്രജൻ അല്ല, സോറി നൈട്രജൻ മാർക്ക്. ഹെവി ഐസോടോപ്പ്, നൈട്രജന്റെ ഹെവി ഐസോടോപ്പ് 15 മോളിക്കുലർ മാസ് വരുന്ന നൈട്രജൻ ഉള്ള അമോണിയം ക്ലോറൈഡും, പിന്നെ നോർമൽ നൈട്രജൻ N14 വരുന്ന അമോണിയം ക്ലോറൈഡ്. ഇതും രണ്ടും ആദ്യം അവരൊരു ബീക്കറിൽ എടുത്തു. ഇത് രണ്ടും ആദ്യം ഒരു ബീക്കറിൽ അവരെടുത്തു. എന്നിട്ട് ആശാമാർ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഈക്കോളൈ ബാക്ടീരിയ ആദ്യം കൾച്ചർ ചെയ്യും. ഈക്കോളൈ ബാക്ടീരിയ ഇതില് കൾച്ചർ ചെയ്യും. എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ N15 വരുന്ന അമോണിയം ക്ലോറൈഡില് നമ്മളെ ഈക്കോളൈ ബാക്ടീരിയ കൾട്ടിവേറ്റ് ചെയ്ത് കൊടുക്കും. ഈക്കോളൈ ബാക്ടീരിയ എടുത്ത് കൾച്ചർ ചെയ്ത് കൊടുക്കും. ഇവർ കൾച്ചർ ചെയ്തിട്ട് ഈ ബാക്ടീരിയ എടുത്ത് സീഷ്യം ക്ലോറൈഡ് സൊല്യൂഷനിലിട്ട് സെൻട്രിഫ്യൂഗേഷൻ ചെയ്തു. സീഷ്യം ക്ലോറൈഡ് സൊല്യൂഷനിലിട്ട് എന്ത് ചെയ്തു? സെൻട്രിഫ്യൂഗേഷൻ ചെയ്തു. ഓക്കെ, സീഷ്യം ക്ലോറൈഡ് സൊല്യൂഷനിലിട്ട് സെൻട്രിഫ്യൂഗേഷൻ ചെയ്തപ്പോ ഇവർ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടെസ്റ്റ് ട്യൂബായിട്ട് നമുക്ക് സങ്കല്പിക്കാം. കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ കുറച്ച്
ബാക്ടീരിയയുടെ സോറി ഇവരുടെ ഈ ബേസില് DNA ബാക്കി ഇവിടെയൊക്കെ കുറച്ച് ബാക്ടീരിയയുടെ ആ സെൽ വാളും സെൽ മെമ്പറൈനും ബാക്കി സംഗതികളൊക്കെ ഇവിടെ മുകളിലായിട്ടും ഇവിടെ നമ്മുടെ ബാക്ടീരിയയുടെ DNA വന്നു. അപ്പൊ ഇവർ ഇതിനെടുത്ത് കുറച്ച് എക്സാമിൻ ചെയ്ത് നോക്കിയപ്പം ഇവർക്ക് കാണാൻ പറ്റിയത് ഈ ഇതിലുണ്ടായ 2 സ്ട്രാൻഡുകളും N15 ആണ്. ഇതിലുണ്ടായ 2 സ്ട്രാൻഡുകളും N15 മീഡിയത്തിൽ ഇതിൽ വളർത്തിയത് N15 ആയിട്ടുള്ള അമോണിയം ക്ലോറൈഡിലിട്ട് വളർത്തിയത് കൊണ്ട് അവര് 2 സ്ട്രാൻഡും N15 ആയി. അത് ഹൈ മാസ് ആയതുകൊണ്ട് ഇത് താഴെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഹെർഷേ ചേസ് എക്സ്പെരിമെന്റ്സിൽ സൾഫറും ഫോസ്ഫറസും കൊടുത്തു. അത് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ആണ്. ഈ നൈട്രോജന്റെ ഐസോടോപ്പ് റേഡിയോ ആക്ടിവിറ്റി ഒന്നും കാണിക്കുന്നില്ല. അത് ഹെവി മാസ് ആണ്, മാസ് കൂടിയ ഒരു ഐസോടോപ്പ് ആണ്. ആ മോളിക്കുലർ വെയിറ്റിന്റെ ബേസിസിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. റേഡിയോ ആക്ടിവിറ്റി ഒന്നും കാണിക്കില്ല. ഇവിടെ ഉണ്ടായ ഈ DNA ഇവരെടുത്ത് എക്സാമിൻ ചെയ്ത് നോക്കി. അപ്പൊ ഇത് ആഫ്റ്റർ 20 മിനിറ്റ്സ് ആണ് കേട്ടോ. 20 മിനിറ്റ്സ് അതായത് 20 മിനിറ്റ് കഴിയുമ്പോഴാണ് ബാക്ടീരിയ ഡ്യൂപ്ലിക്കേഷൻ, സെൽ റെപ്ലിക്കേഷൻ നടക്കുന്നത്. സെൽ റെപ്ലിക്കേഷൻ നടക്കുമ്പോഴാണല്ലോ നമ്മുടെ DNA ഇന്റർഫേസിൽ മൈറ്റോസിസ് ഇന്റർഫേസിൽ വെച്ച് ഇന്റർഫേസിൽ എസ് ഫേസിൽ ഈ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് മൈറ്റോസിസിലെ എസ് ഫേസിലും പിന്നെ മിയോസിസിലും നടക്കാറുണ്ട്. അപ്പോ ഇവരോട് നോക്കിയപ്പോ ഇതിൽ ആദ്യം കണ്ടത് 2 സ്ട്രാൻഡ് N15 ഷെഡ്. ഇതെങ്ങനെ വന്നു ഒരു അത്ഭുതം ഉണ്ടായി. അപ്പൊ ഇവരെന്ത് ചെയ്ത്, ചുമ്മാ ഒരു രസത്തിന് ഇതിൽ വന്ന ആദ്യം കുറച്ച് ഒരു 2 ബാക്ടീരിയയാണ് ഇവരെടുത്തത്. ഇതിൽ നിന്ന് ഒരു 2 ബാക്ടീരിയയാണ് എടുത്ത് ഇവർ സെൻട്രിഫ്യൂഗേഷൻ ചെയ്തത്. ഇനി ഇതിൽ വീണ്ടും ഒരു 2 ബാക്ടീരിയ ഇല്ലേ, യവന്മാരെ ഇവര് പിടിച്ച് ഇതിന്റെ അകത്തോട്ടിട്ട് കൾച്ചർ ചെയ്തു. കൾച്ചർ ചെയ്തവൻ ഇതിൽ N14 മീഡിയം അതിലാണ് ഈ ബാക്ടീരിയ എടുത്ത് കൾച്ചർ ചെയ്തത്. അല്ലെ അമോണിയം ക്ലോറൈഡ് N14 ആണ് ഇതിലുള്ളത്. അതിലാണ് ഈ 2 ബാക്ടീരിയ എടുത്ത് കൾച്ചർ ചെയ്തപ്പോ ഇവര് കുറച്ച് കഴിഞ്ഞപ്പോ എന്താണ്, റീപ്രൊഡക്ഷൻ ചെയ്തു, സെൽ ഡിവിഷൻ ഉണ്ടായി. ആഫ്റ്റർ 20 മിനിറ്റ്സ് 20 മിനിറ്റ് കഴിയുമ്പോഴാണ് ബാക്ടീരിയ റെപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പൊ അതെല്ലാവർക്കും അറിയാം. ഇതിനെ രണ്ടിനെയും എടുത്ത് ഇവിടെ ഇട്ടപ്പോ അത് റെപ്ലിക്കേഷൻ നടന്നപ്പോ ഇവർ കണ്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് N14 മീഡിയം ഇല്ലേ. അപ്പോ ഇവിടെ ഉണ്ടായതില് ഇതേപോലെ ഒരു 2 ബാക്ടീരിയ എടുത്തു സെൻട്രിഫ്യൂഗേഷൻ ചെയ്തു, സീസിയം ക്ലോറൈഡ് ഇട്ട് സെൻട്രിഫ്യൂഗേഷൻ ചെയ്തു. അപ്പൊ ഇവർ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രാൻഡ് N14 ഒരു സ്ട്രാൻഡ് N15. ഇവിടെ ഒരു സ്ട്രാൻഡ് N14 ഒരു സ്ട്രാൻഡ് N15. അപ്പൊ ഇവിടെ നിന്ന് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതില് ഈ N15 വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ N15 ആയിരുന്നല്ലോ. അപ്പൊ ഈ ഉള്ള 2 ബാക്ടീരിയയിലും DNA വരുന്നത് N15 ആണ്. അതിനടുത്താണ് അവർ അവിടെ ഇട്ടത്. അപ്പം ഒരു സ്ട്രാൻഡ് മദർ സ്ട്രാൻഡും പുതിയതായിട്ട് ഉണ്ടായി വന്ന സ്ട്രാൻഡില് ഈ N14 കയറി വന്നു. ഒരു സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന N15 തന്നെ ഇവിടെ വന്നു. ഇവിടെ ഉണ്ടായിരുന്ന പുതിയ N14 പുതിയ സ്ട്രാൻഡ് ആയിട്ട് വന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി പഴയ ഇതേപോലെ സെമി കൺസർവേറ്റീവ് മോഡലാണ് DNA എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അവര് ചുമ്മാ ഒരു തമാശക്ക് ഒന്നും കൂടെ ഇവരെന്ത് ചെയ്തു, ഒരു 20 മിനിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു എന്ത് സംഭവിക്കും എന്ന് അറിയാം. അപ്പൊ ഒരു 20 സെക്കൻഡ് കൂടെ കഴിഞ്ഞപ്പോ ഇവർക്ക് എന്താണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ട്രാൻഡ് N14 2 സ്ട്രാൻഡും N14 സ്ട്രാൻഡ്സ് ആയി. അപ്പൊ അത് സ്വാഭാവികമല്ലേ. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു കുളത്തിലെ വെള്ളം ഒരു ബക്കറ്റിലെ വെള്ളമായിട്ട് കമ്പയർ ചെയ്ത് എങ്ങനെ ഇരിക്കും. അതായത് ഇവിടെ N15 അളവ് വളരെ നെഗ്ലിജിബിൾ എമൗണ്ട് ആണ് N15 എന്ന് പറയുന്നത്.
എന്നാൽ N40 എന്ന് പറഞ്ഞാൽ വലിയ ഒരു കുളത്തിലെ വെള്ളം പോലെ കുറെ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും നമ്മളൊരു നെഗ്ലിജിബിൾ ആയിട്ട് അത് റെപ്ലിക്കേഷൻ നടക്കാൻ നേരത്ത് അത് ക്യാൻസൽ ആയി പോകും, അത് നശിച്ചു പോകും, N50 നശിച്ചു പോകും. അപ്പൊ ഇവിടെ രണ്ട് N14 ആയി. ഇനി ഇവര് ഇതിന്റെ മാസ് എടുത്തു, ഈ മൊത്തം DNA എടുത്ത് ഇവര് സെൻട്രിഫ്യൂഗേഷൻ ചെയ്തപ്പോ ഈ N15 N14 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 N15 N15 എടുത്ത് സെൻട്രിഫ്യൂഗേഷൻ ചെയ്തു. സെൻട്രിഫ്യൂഗേഷൻ ചെയ്തപ്പോ ഇവർക്ക് കിട്ടിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ടെസ്റ്റ് ട്യൂബ്. ഇതില് ഏറ്റവും കുറവ് മാസമായിട്ടുള്ള N14 എന്ന് പറയുന്ന N14 ഇത് രണ്ട് N14 ആയിട്ടുള്ള DNA അത് നമ്മുടെ ഏറ്റവും മുകളിൽ വന്നു. പിന്നെ അതിൽ നിന്നും കുറച്ചും കൂടെ മാസ് കൂടിയ N15 N14 ഇത് രണ്ട് N14, അതിന്റെ കുറച്ചും കൂടെ മാസ് കൂടിയ N15 N14 അതിന്റെ കുറച്ചും കൂടെ താഴെ വന്നു. ഏറ്റവും അടിയില് N15 വന്നു. ഏറ്റവും അടിയില് N15 വന്നു. അപ്പോ ഇതിൽ നിന്ന് ഇവർക്ക് മനസ്സിലായി DNA മോഡൽ എന്ന് പറയുന്നത് ഒരു സെമി കൺസർവേറ്റീവ് മോഡലാണ്. അതിൽ ഒരു സ്ട്രാൻഡ് പഴയതും ഒരു സ്ട്രാൻഡ് പുതിയതുമാണെന്ന് ഇവരത് കൺഫേം ചെയ്തു. അങ്ങനെയാണ് നമ്മൾ വാട്സണും ക്രിക്കും പറഞ്ഞ DNA സെമി കൺസർവേറ്റീവ് മോഡലിനെ ഈ മിസൽസണും സ്റ്റാറും കൂടെ വന്ന് 1958 അവര് പ്രൂവ് ചെയ്തത്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താണ് ആദ്യം ചെയ്തത്? അമോണിയം ക്ലോറൈഡ് രണ്ട് ബീക്കർ എടുത്തു, അമോണിയം ക്ലോറൈഡ് എടുത്തു, N15 ഐസോട്ടോപ്പ് വരുന്ന അമോണിയം ക്ലോറൈഡില് ആദ്യം നമ്മൾ കുറെ ബാക്ടീരിയ ഇട്ട് കൾച്ചർ ചെയ്തു. കൾച്ചർ ചെയ്തപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് അത് റെപ്ലിക്കേഷൻ നടന്നു. റെപ്ലിക്കേഷൻ നടന്നപ്പോൾ അതിൽ നിന്ന് നമ്മൾ രണ്ട് ബാക്ടീരിയ എടുത്തു, സീസിയം ക്ലോറൈഡിൽ ഇട്ടു, സെൻട്രിഫ്യൂഗേഷൻ ചെയ്തു. അപ്പൊ അതിൽ ആദ്യം ഏറ്റവും മുകളിൽ കുറച്ച് ബാക്ടീരിയ റിമൈൻസ് വന്നു, അതിനെ നമ്മളെടുത്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ നോക്കിയപ്പം നമുക്ക് ഏറ്റവും താഴ് ഭാഗത്ത് N15 എന്ന് പറയുന്ന ഒരു DNA കിട്ടി. അതിനടുത്ത് നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിയപ്പം അതിൽ രണ്ട് സ്ട്രാൻഡ് N15 ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇനി ഇവിടെ കുറച്ച് ബാക്ടീരിയ സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത, ഇനി ഇതിൽ കുറെ ബാക്ടീരിയാസ് ഉണ്ട്, അതിനെ രണ്ടിനോട് നമ്മൾ N14 മീഡിയത്തിലിട്ട് കൾച്ചർ ചെയ്തു. N14 മീഡിയത്തിലിട്ട് കൾച്ചർ ചെയ്തപ്പോ 20 മിനിറ്റ് കഴിഞ്ഞ് അത് വീണ്ടും റെപ്ലിക്കേഷൻ നടന്നു. അപ്പൊ അവിടെ നടന്നപ്പോ അതിൽ നിന്ന് കുറച്ച് ഈ ഇത്ര രണ്ട് ബാക്ടീരിയ എടുത്ത് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്തു. ഇതേപോലെ സീസിയം ക്ലോറൈഡ് ഇട്ട് സെൻട്രിഫ്യൂഗേഷൻ ചെയ്തു. സെൻട്രിഫ്യൂഗേഷൻ ചെയ്തപ്പോ അതില് ഒരു സ്ട്രാൻഡ് N14 ഒരു സ്ട്രാൻഡ് N15 നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി DNA സെമി കൺസർവേറ്റീവ് മോഡലാണ്. അതായത് ഒരു സ്ട്രാൻഡ് മദർ സ്ട്രാൻഡും അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡും മറ്റേത് അതിന് കോംപ്ലിമെന്ററി ആയിട്ട് ഉണ്ടാവുന്ന പുതിയ സ്ട്രാൻഡുമാണെന്ന് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഒരു 20 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തപ്പം ഇതിലുള്ള ബാക്ടീരിയ വീണ്ടും റെപ്ലിക്കേഷൻ നടന്നു. അപ്പോൾ നമുക്ക് രണ്ട് സ്ട്രാൻഡ് N14 എന്നാണ് കിട്ടിയത്. കാരണം N14 എന്ന് പറയുന്ന മീഡിയം ഹൈ ലെവലിലും N15 എന്ന് പറയുന്ന ചെറിയ നെഗ്ലിജിബിൾ എമൗണ്ടിലുമാണ് ഉണ്ടായിരുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും DNA റെപ്ലിക്കേഷനും ബാക്ടീരിയ റെപ്ലിക്കേഷൻ നടക്കാൻ നേരത്ത് ഈ N15 മീഡിയത്തിന്റെ കണ്ടന്റ് കുറഞ്ഞ് അവസാനം അത് ഇല്ലാതായി. അപ്പൊ അവിടെ N14 മീഡിയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ സംഗതി. അപ്പൊ ഇതിനെ മൂന്നിനെയും കൂടെ നമ്മളെടുത്ത് ഒരുമിച്ച് സെൻട്രിഫ്യൂഗേഷൻ ചെയ്തപ്പോ ഇതിൽ നിന്ന് കുറച്ച് ആദ്യം ഇതിലുണ്ടായിരുന്ന ബാക്ടീരിയ പിന്നെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ബാക്ടീരിയ, അപ്പൊ അതിലെല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് സെൻട്രിഫ്യൂഗേഷൻ ചെയ്തപ്പോ N15 എന്ന് പറയുന്നത് ഹെവി ഐസോട്ടോപ്പ് ആയതുകൊണ്ട് ആ DNA ഏറ്റവും താഴെ വന്നു. അതിന് മുകളിലായിട്ടുള്ള ഹൈബ്രിഡ് DNA N15 N14 അത് അതിന്റെ മുകളിൽ വന്നു. അതിനെക്കാട്ടിലും
ലോ മോളിക്കുലർ മാസ് ആയിട്ടുള്ള N14 എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ വന്നു. അപ്പൊ ഇതാണ് നമ്മുടെ മിസൽസനും സ്റ്റാളും പ്രൂവ് ചെയ്തത് DNA സെമി കൺസർവേറ്റീവ് മോഡൽ ആണ്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മറ്റേ DNA റെപ്ലിക്കേഷൻ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ DNA റെപ്ലിക്കേഷൻ ഒന്ന് നമുക്ക് നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. DNA റെപ്ലിക്കേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ആദ്യം നമ്മൾ എൻസൈംസ്, മെയിൻ ആയിട്ട് എൻസൈംസ് ആണ് നോക്കാനുള്ളത്. ഫസ്റ്റ് DNA ഹെലിക്കേസ് ഒന്ന് അതിനെ അൺവൈൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അൺസിബ് ചെയ്യുന്നു എന്ന് പറയാം. അതായത് നമ്മളൊരു ബാഗിൽ സിബ് ഊരും പോലെ അൺസിബ് ചെയ്യുന്നു. അപ്പം അതിന്റെ കൂടെ നമ്മുടെ DNA പോളിമറേസ് ഒന്ന് 5'3' ഡയറക്ഷനിൽ ബിൽഡ് ചെയ്ത് പോകുന്നു. ഞാൻ പറഞ്ഞു അവന് വാശിക്കാരനാണ്, 5'3' എൻഡിൽ അവൻ ബിൽഡ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനത്തെ ആ 5'3' ഡയറക്ഷനിൽ അവൻ സ്ട്രാൻഡ് അടിച്ചു പോയി. അടുത്ത നമ്മുടെ പെർമിയസ് ഒന്ന് ആ 3'5' സ്ട്രാൻഡില് ഇതാണ് 5' ഇതാണ് 3' എന്ന് നമ്മള് പാവപ്പെട്ട പോളിമറേസിന് സഹായിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു. അപ്പൊ അവന്റെ ഒരു സഹായത്തില്, പെർമീസിന്റെ സഹായത്തിൽ പോളിമറേസ് 3'5' സ്ട്രാൻഡില് പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ലിഗേസ് എൻസൈം. അത് നമ്മുടെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കിടക്കുന്ന നമ്മുടെ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ്, നമ്മളെ പോളിമറേസ് ഉണ്ടാക്കി ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡിനെ കണ്ടിന്യൂസ് ഫോർമാറ്റിൽ നമ്മള് ലിഗേസ് ഒന്ന് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു. പിന്നെ നമ്മുടെ പോളിമറൈസ് എൻസൈം നമ്മളെ പെർമിയസ് അടിച്ച മാർക്കൊക്കെ മാറ്റി അവിടെയൊക്കെ നല്ല ഫിനിഷിംഗ് കൊടുത്തു. നല്ല ഒരു ക്ലീൻ സ്ട്രാൻഡ്, ഫ്രാഗ്മെന്റ്സ് ആയിട്ടുള്ള ക്ലീൻ സ്ട്രാൻഡ്, അതായത് ഫ്രാഗ്മെന്റ് ആണെങ്കിൽ അത് നല്ല പക്കയായിട്ട് ചെയ്തു. പിന്നെ ലിഗേസ് ഒന്ന് അതിനെ ഗ്ലൂ ചെയ്ത് കറക്റ്റ് ആക്കി. പിന്നെ ആ ഒരു കാണുന്ന നമ്മൾ ഓരോ ഫ്രാഗ്മെന്റ്സിനെയാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇന്നത്തെ ലെക്ചർ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പക്ഷേ ഞാൻ എന്നും പറയുന്നത് പോലെ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം കമന്റ് ബോക്സിൽ കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ഇതിന് മുമ്പത്തെ ലെക്ചേഴ്സ് നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നമ്മുടെ ഹിസ്റ്ററി ഓഫ് DNA, പിന്നെ DNA സ്ട്രക്ചർ, അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി വരുന്ന ലെക്ചേഴ്സിൽ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ നോക്കാം.